ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ വന്നിരിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് സോമതീരം കടൽ നമ്മളിപ്പോൾ വന്നിട്ടുണ്ട്. ഇവിടെ പള്ളിയുണ്ട്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് എല്ലാവരും ബീച്ചിലോട്ട് പോവാം. അപ്പോൾ ഫ്രണ്ട്സ് ഇവിടെയാണ് നമ്മൾ പോകുന്നത്. നമുക്ക് ഫ്രണ്ട്സ് ഇവിടെ ഇതുകൊണ്ട് ഇങ്ങനെ നമ്മൾ രണ്ട് കാറിലായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ എല്ലാവരും റെഡിയായിട്ട് നിൽപ്പുണ്ട്. നമുക്കിനി അങ്ങോട്ട് പോകണം. ഫ്രണ്ട്സ് ഇത് നമ്മുടെ കാറാണ്, ഈ ചുവപ്പിൽ കാണുന്നത്. പിന്നെ നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഫ്രണ്ട്സ് നിങ്ങളോട് ഒരു കാര്യം ശ്രദ്ധിച്ചായിരിക്കും, ഇടയ്ക്കിടയ്ക്ക് ചവറൊക്കെ ഉണ്ട്. നിങ്ങളറിഞ്ഞിട്ട് വരുന്നെങ്കിൽ ഈ വേസ്റ്റ് ഇവിടെ ഇതിൻ്റെ അടുത്തുള്ളവർക്ക് ഈ വീഡിയോ കാണുന്നെങ്കിൽ ഈ വേസ്റ്റൊക്കെ ഒന്ന് വൃത്തിയാക്കണം. അതുപോലെ ഇവിടെ കുറേ ഇങ്ങനെ എന്താ പറയുക, നിറയെ വേസ്റ്റ് ഉണ്ട് ഫ്രണ്ട്സ്. എന്ന് പറയുന്നത് കുറേ കവറും അതും ഇതൊക്കെ ആയിട്ട് കുറേ ഇതുണ്ട്. ഫ്രണ്ട്സ് നമുക്ക് എന്തായാലും പോവാം. ഇതിൻ്റെ ഇടയിൽ ഒരു വെള്ളക്കെട്ടുണ്ട്. ഈ വെള്ളക്കെട്ടല്ല, അതിന് അപ്പുറത്തുള്ള വെള്ളക്കെട്ട്. അപ്പം നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. ഫ്രണ്ട്സ് ഞാൻ യെല്ലോ റോസ് ഇട്ടിട്ട് പോകുന്നുണ്ട്. ഞാൻ അന്നൊരു ജീൻസ് പാവടാണ് ഇട്ടിരുന്നത്. ഫ്രണ്ട്സ് നോക്കൂ ഫ്രണ്ട്സ്, അതിൻ്റെ അപ്പുറത്ത് നിറയെ കെട്ടിക്കിടക്കുന്നുണ്ട്. ഇതുണ്ട് ഫ്രണ്ട്സ്, ഇതിലെ കൂടെയാണ് നമ്മൾ അപ്പുറത്തോട്ട് പോകുന്നത്. അപ്പുറത്താണ് വരുന്നത്. പിന്നെ ഇവിടെ കുറച്ച് പായലൊക്കെ ഉണ്ട്. പിന്നെ ഇതിനു മുമ്പ് ഞങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടെ കുറേ ബോട്ടൊക്കെ കിടപ്പുണ്ട്. ഇതിൻ്റെ അപ്പുറത്തോട്ട് നമുക്കിനി മറികടക്കാൻ പോകണം. ഫ്രണ്ട്സ് ഇതിൻ്റെ ഇടയിൽ ഒരു സംഭവം ഉണ്ടായി, ഞാൻ പറഞ്ഞുതരാം. ഞാനിവിടെ ഷെല്ല് പറക്കില്ലായിരുന്നു എൻ്റെ ജോലി. ആ ഷെല്ല് എൻ്റെ വീട്ടിൽ ഞാൻ കൊണ്ടുപോയി ബുക്കൊക്കെ നല്ല കഴുകി നല്ല സൂപ്പറായിട്ട് കുട്ടപ്പനൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു ഗോൾഡ് ഷെല്ല് കിട്ടി. അത് ഞാൻ കടലിൽ ഞാൻ കുളിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ചെയ്തതിൻ്റെ മടിയിട്ട് ഞാൻ കടലിൽ വന്ന് എൻ്റെ ഷെല്ല് കൊണ്ടുപോയി. ഫ്രണ്ട്സ് ഒരു ഗോൾഡ്, നല്ല രസമുള്ളൊരു ഗോൾഡ് ഷെല്ലായിരുന്നു. അതും പോയി കിട്ടി. പിന്നെ ഞാൻ അവിടെ കുഞ്ഞു ഷെല്ലൊക്കെ ഉണ്ടല്ലോ, പുള്ളിപ്പുള്ളിയുടെ ഷെല്ലൊക്കെ എനിക്ക് കിട്ടി. ഇവിടെ നിന്ന് വന്നതായിരുന്നു, ഞാൻ പുള്ളിപ്പുള്ളിന്ന് പേരിട്ട്. ഫ്രണ്ട്സ് തന്നെ പോകുന്നു. കണ്ടു ഫ്രണ്ട്സിൻ്റെ കാല് ചെരുപ്പുണ്ട്. ഞാൻ ഷൂ ആണ് ഇട്ടിട്ട് വന്നത്. എനിക്കെൻ്റെ ബോർഡർ പോലും ഇല്ലാതെ ഞാൻ സാധാരണ നടക്കുന്ന പോലെ നടന്ന് പോയതാണ് ഫ്രണ്ട്സ്. ലാസ്റ്റ് വരുമ്പോൾ നല്ലൊരു പണി കിട്ടി. ഫ്രണ്ട്സ് അമ്മ പോകുന്നുണ്ട്. പതഞ്ഞ് കിടക്കുന്നുണ്ട്. വന്നിട്ടുണ്ട്. ഞാൻ ഷൂ മര്യാദയ്ക്ക് കയ്യിലെടുക്കാനുള്ളതാണ്. എനിക്കതൊന്ന് ബോധം വെക്കണമെന്നില്ലായിരുന്നു. അവിടെ ഞാൻ നേരെ പോകുന്നുണ്ട്. ഞാൻ ലാലാ ലിസ പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. നമുക്ക് ഫ്രണ്ട്സ് അവിടെ സൂര്യനുണ്ട്. പിന്നെ ഇതാണ് മറികടന്ന സാധനം, ഒരു കുഞ്ഞ് വെള്ളക്കെട്ട് ഇവിടെ വച്ചാൽ മതി. അപ്പോഴത്തേക്കും ഇവിടെ ഒരു കുഴിയുണ്ട് ഫ്രണ്ട്സ്. എന്തിനു കുഴിയാണെന്നൊന്ന് അറിയാമെങ്കിൽ ഒന്ന് ദയവായി പറയണം. എനിക്കറിയില്ല ഒന്നും ചോദിച്ചത്. ഫ്രണ്ട്സ് നമ്മളിപ്പോൾ പോവുകയാണെങ്കിൽ അവിടെ ചെല്ല് പറക്കുന്നു, നിങ്ങൾ കണ്ടു. പക്ഷേ അതൊരു കുഞ്ഞ് പൊട്ടേച്ചില്ലായിരുന്നു ഫ്രണ്ട്സ്. ആരെ ഞാൻ കളഞ്ഞു. ഇത് വേറെ ചെല്ല് തപ്പിക്കൊണ്ടിരുന്നാണ്. കുറച്ച് പിന്നെ എൻ്റെ അനിയത്തിയാണെങ്കിൽ അവിടെ വെച്ച് മണ്ണൊക്കെ പറക്കി എൻ്റെ പിങ്ക് റെസിറ്റ് പോകണുള്ളൂ. എനിക്ക് വെള്ളത്തിൽ പോകുന്ന മുമ്പ് പേടിയാണ്. എനിക്ക് അങ്ങനെ പേടിയുന്നത്. ബാക്കിലോട്ടാണ് കണ്ണു തോന്നുന്നു. ചിലപ്പോൾ അവിടെ എനിക്ക് ചെല്ല് പറക്കുന്നുണ്ട്. ആരും അറിയാതെ ഞാനും എൻ്റെ വൈകിട്ടായിട്ട് എനിക്ക് പോകണം. ഇത് പോക്കറ്റിട്ടോ പപ്പയുടെ പോക്കറ്റ് ഓടി
എന്തെങ്കിലും വേസ്റ്റ് അടപ്പുണ്ട്. ഇതൊക്കെ വെച്ച് അടക്കുന്നുണ്ട്. വെള്ളം അവിടെ കൂടെ പോയി സെറ്റപ്പ് ആയിരുന്നിട്ട് അവിടെ കൂടെ ഇതുവരെ വെള്ളം വരും. ഇതുവരെ വെള്ളം വരും അവിടെ അങ്ങറ്റത്ത്. അതാണ് ഇവിടുത്തെ പ്രത്യേകത സോമതി. നമുക്ക് വെള്ളം അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് 2 തിരുമാല ഒന്നിച്ച് വന്ന് അടിക്കുന്ന ഒരു സീനാണ്. പൊളിയല്ലേ ഇത്. എന്നിട്ട് അത് ഒരുമിച്ച് ഇങ്ങനെ വരും. ഞങ്ങൾ ഇറങ്ങി ഇതാ ഞാൻ പോകണമെന്ന് പറഞ്ഞ് ഞാൻ പോയി. ആദ്യക്കുറിച്ച് ചെറിയൊരു പേടി തന്നെ. പിന്നെ ഞാൻ ഇറങ്ങി കുളിച്ച് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട്സ് അവിടെ നിന്ന് വന്ന് ഇവിടെ നിന്ന് വന്നെല്ലാം ഒരുമിച്ചായി തല കണ്ട് ഫ്രണ്ട്സ് കൂട്ടിമുട്ടുന്നത്. എന്നിട്ട് വലിയൊരു തീർമാനം ഇങ്ങോട്ട് ഫ്രണ്ട്സ് എൻ്റെ ചടം തൂക്കി എൻ്റെ അടുത്ത് എറിയാൻ വേണ്ടി പോയി. ഞാൻ പിടിച്ച് വന്നു. നോക്കാം ഫ്രണ്ട്സ്, എൻ്റെ നേരത്തെ വന്ന് തിരുമാലയിൽ എൻ്റെ ഹാഫ് തുണി നനഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് ഞാൻ അമ്മയുടെ പോയി ചോദിക്കാൻ വേണ്ടി പോകാൻ തീരുമാനിച്ചു. അന്ന് എനിക്കൊരു പേടിയുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഉള്ളിൽ വെച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം അപ്പം ഞാൻ ഇപ്പോൾ പറഞ്ഞു. നോക്കൂ ഫ്രണ്ട്സ്, ഈ തിരുമാലേൻ്റെ പാടയുടെ അടിയോളം എത്തി. നമുക്ക് ഫ്രണ്ട്സ് വലിയൊരു തിരുമാല പറഞ്ഞു. എൻ്റെ ചേട്ടൻ്റെ അടങ്ങി അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഇങ്ങോട്ട് നിൽക്കും കുഞ്ഞൻ നിറച്ച് ഞങ്ങൾ കണ്ടപ്പോൾ നല്ല വലുതായിരുന്നു. ഫ്രണ്ട്സ് നല്ല ക്ലിയർ വെള്ളമാണ്, പ്യുവർ വെള്ളം.
ഇതൊക്കെ എടുത്തിട്ടാണ് ഫ്രണ്ട്സ്. ഞാനൊരു കോമാളിയായി ഫ്രണ്ട്സ്, കോമാളി. നോക്ക് ഫ്രണ്ട്സ്, ഏടൻ ഓടുകയാണ്. അവ എപ്പോഴാ കടലിലോട്ട് ഇറങ്ങാം എന്ന് വിചാരിച്ചിട്ട് നിൽക്കുന്നതാണ്. അതാണ്ട് എല്ലാവരും എണീച്ച് എന്തോടെ ശിഖ അവിടെ മറ്റേ സാധനം പൊട്ടിച്ച സാധനം വെച്ച് കളിക്കുന്നുണ്ട്. ഫ്രണ്ട്സ് ഇതാ അച്ചുക്കുട്ടി ഞാൻ കാണിച്ചു തരാം. നോക്കൂ ഫ്രണ്ട്സ്, ഇതാ അച്ചുക്കുട്ടി അവിടെ നിന്ന് മണലിൽ ഒരു വാരിക്കളിയാണ്, ഒന്നാം തരം പടക്ക് കളി. ലാസ്റ്റ് എല്ലാം ചെയ്തതിന് നോക്കിയപ്പോഴത്തേക്കും അവിടെ അത് മൊത്തം മണ്ണായിരുന്നു അത്രയുള്ളൂ. പിന്നെ ഫ്രണ്ട്സ് ഇതാ ഞങ്ങൾ തിരമാലയിൽ വീട് ഇറങ്ങി കുളിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഫ്രണ്ട്സ് ഹായ്, എന്ത് നല്ല കടൽ, നല്ല ശുഷ്കാന്തമായ കടൽ. എനിക്ക് പറയാൻ വയല് വരുന്നില്ല ഫ്രണ്ട്സ്. നല്ല ഫ്രണ്ട്സ് കാക്കയൊക്കെ പറക്കുന്നുണ്ട്, പറവകൾ പാറുന്നു. ഈ പാട് ഞാൻ ഉണ്ടാക്കിയതാണ് ഫ്രണ്ട്സ്. ഇതെന്തൊരു തിരുമാല ഫ്രണ്ട്സ്. ഇതുകൊണ്ട് ഇരിച്ചാട് അവിടെ നിൽപ്പുണ്ട്. ഞങ്ങൾ ഇതുകൊണ്ട് ഈ കടൽ വരുന്ന പത എന്താണ് വരുന്നത് എനിക്കും അറിയില്ല. എനിക്കറിയാം, എനിക്ക് പറഞ്ഞു കൊള്ളാം കൊള്ളാം ഫ്രണ്ട്സ്. നല്ല ശുഷ്കാന്തമായ കടൽ ഫ്രണ്ട്സ്. നല്ല ഇപ്പോൾ സൂര്യൻ നല്ലോണം ഉദിച്ചിട്ടുണ്ട്, കാണിച്ചു തരാം നിങ്ങൾക്ക്. എന്തൊരു രസമല്ലേ ശുഷ്കാന്തമായി ഫ്രണ്ട്സ്. എനിക്ക് ഇത് മാത്രമാണ് ഇപ്പോൾ വായിക്കകത്ത് വരുന്നത്, എനിക്ക് വേറെ ഒന്നുമേ വരുന്നില്ല. ഇതെന്നായിരുന്നു ശുഷ്കാന്തമായി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം എന്തിരുന്നതുകൊണ്ട് എനിക്കറിയില്ല ഫ്രണ്ട്സ്. നമുക്ക് അതിൻ്റെ അറ്റത്ത് എന്തിരുന്ന് എനിക്കറിയില്ല. എന്തോ ഒരു ഫാക്ടറി പോലത്തതാണ്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ തിരമാല വന്നുകൊണ്ടിരിക്കുന്നു. അങ്കിളവിടെ നിപ്പുണ്ട്, ഒരു മീനെ ഞങ്ങൾ പിടിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞു നേരത്തെ അതിന് വേണ്ടി നിപ്പുണ്ട് അവിടെ. അപ്പോൾ ഫ്രണ്ട്സ് നോക്കൂ ഫ്രണ്ട്സ്, വലിയ വലിയ തിരമാലയായിട്ട് വന്നുകൊണ്ടേയിരിക്കുകയാണ് ഫ്രണ്ട്സ്. നോക്കൂ ഫ്രണ്ട്സ് താണ്ടെ ശിഖത ഓടി കൂടി കളിച്ചും മറിയുകയാണ് ഫ്രണ്ട്സ്, മറിയുകയാണ്. മണ്ണൊക്കെ എടുത്ത് ഞാൻ എറിയും, പിന്നെ അത് വീച്ചാനെടുത്ത് എറിയും. ഞങ്ങളൊക്കെ അങ്ങനെയാണ്.
ഹായ്. പള്ളിയാണ് സ്ട്രൈറ്റ് ആവുന്നത്. അറ്റത്ത് പള്ളി എന്തോ ഉണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. പള്ളിയല്ലേ? ഇവിടെ എന്തൊക്കെയോ ചെയ്യുന്നു. മണ്ണി കളിയാ, ഫുൾ മണ്ണി കളി, ഫുൾ മണ്ണി കളി. എന്നിട്ട് അവളെ കാലൊക്കെ നോക്കും ഫ്രണ്ട്സ്, എന്തൊരു പെണ്ണായത്. പിന്നെ ഞാൻ നല്ല ഗുഡ് ഗേൾ ഫ്രണ്ട്സ്, ഞാൻ നല്ല ഗുഡ് ഗേൾ ഫ്രണ്ട്സ്. ചുമ്മാണ് ഫ്രണ്ട്സ്, ഞാനും കുറേ മണ്ണിലൊക്കെ കളിച്ചു. എന്നെ കുറേ വരക്കൊക്കെ പറഞ്ഞു. ഞാൻ ഒന്നും ശ്രദ്ധിക്കാതെ മണി കളിച്ചു. എന്നിട്ട് ഞാൻ വെള്ളത്തിൽ പോയി കിടന്ന് മുങ്ങി വളരെ വന്ന്. പക്ഷെ ഞാൻ തലവും നനച്ചില്ല. പിന്നെ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം ഫ്രണ്ട്സ്? ഇതുകൊണ്ട് ഫ്രണ്ട്സ് തിരമാലകൾ മറിഞ്ഞും മുറിഞ്ഞും എല്ലാം വരുന്നുണ്ട് അവിടെ ഇവിടെ നിന്നൊക്കെ ആയിട്ട്. ഫ്രണ്ട്സ് ഞാൻ ചെരുപ്പെടുത്തിട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. എനിക്ക് പോകുന്നതിന് സങ്കടമുണ്ട് ഫ്രണ്ട്സ്, സങ്കടം. പക്ഷെ ആരും കേൾക്കുന്നില്ല. എനിക്ക് പോവാ, എനിക്ക് ഇപ്പോഴും അവിടെ തന്നെ നിൽക്കണമെന്നുണ്ട്. നല്ല കോടുള്ള പൊളിയാവില്ല. വീട്ടിൽ എത്തുമ്പോൾ തന്നെ രാത്രി 12 പിന്നെ ഞാൻ അവിടെ പോയി. എന്നിട്ട് ഞാൻ അവിടെ നിന്നു. എന്നിട്ട് ഞാൻ ഇതിലോട്ട് ഇങ്ങനെ വന്നത്. ഫ്രണ്ട്സ് നോക്കൂ ഫ്രണ്ട്സ്, അച്ഛനും പിന്നെ ചെയ്ത് തുടച്ച് കൊടുക്കുകയാണ്. ഫ്രണ്ട്സ് നോക്കൂ ഫ്രണ്ട്സ്, അമ്മ അങ്ങനെ തേരാപ്പാര നടക്കുന്നുണ്ട്. ഒരു കക്ക താന്ന് പറഞ്ഞു ഫ്രണ്ട്സ്, താന്ന് പറഞ്ഞു. ഞാൻ കണ്ടപ്പോൾ പഠിച്ചു. ഞാനും എൻ്റെ ചേച്ചിയുമായിട്ട് നടന്നു പോവുകയാണ് ഫ്രണ്ട്സ്, നടന്നു പോവുകയാണ്. അച്ചുകുട്ടനെ നിർത്തിയിട്ടുണ്ട്. അച്ചുകുട്ടൻ ഞങ്ങളാണ് കൊണ്ടുപോയത്. പിന്നെ വർണ്ണസമയത്ത് പപ്പ എടുത്തുകൊണ്ട് വന്നു വെച്ചാൽ അതാണ് ഫ്രണ്ട്സ്. ശിഖ ഓടി ഞങ്ങളുടെ അടുത്തോട്ട് വന്നിരുന്നുണ്ട്. ഞാനും വിജയ് ഷെല്ല് പറക്കുകയായിരുന്നു. ഷെല്ല് പറക്കിയില്ല, ഷെല്ല് നോക്കിയതാണ്, പക്ഷെ കിട്ടിയില്ല. പക്ഷെ ഞാൻ ആർക്കും കൊടുക്കാതെ ഷെല്ല് പറക്കുക, ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല. പപ്പയുടെ പോക്കറ്റിൽ കിടന്നുകൊണ്ട് ലാസ്റ്റ് ഞാൻ വീട്ടിൽ പോകുമ്പോൾ അപ്പോൾ ഫ്രണ്ട്സ് നോക്കൂ ഫ്രണ്ട്സ്, കാക്ക ബോട്ടിൻ്റെ മേലിലൊക്കെ കാക്ക വന്നിരിക്കുന്നു. നോക്കൂ ഫ്രണ്ട്സ്, ഇവിടെ അവിടെ ഒരു ചുമന്ന ലൈറ്റ് ആണ്, അത് കുരിശാണ് ഫ്രണ്ട്സ്, കുരിശ്. ഇവിടെയൊക്കെ റിസോർട്ടാണ്. പിന്നെ എൻ്റെ അപ്പുറത്തെ പള്ളിയുണ്ട്. സ്കൂളിൽ നിന്ന് പറഞ്ഞാൽ എനിക്ക് അമ്മക്ക് ഇങ്ങനൊരു ബീച്ച് ഞാൻ കണ്ടിട്ടില്ല എൻ്റെ ലോകത്ത്. കോളത്തിനെക്കാളും പൊളി, നല്ല ക്ലിയർ വെള്ളം. പക്ഷെ ഉപ്പ് കുറച്ച് കൂടുതലല്ല. ഈ ഉപ്പ് ഇത് എവിടെ നിന്ന് പറഞ്ഞതോ വെള്ളത്തിൽ. ഒരു കഥ കണ്ടിട്ടുണ്ട്, ഒരു കുപ്പി ഏതോ ഒരു ആള് കൊണ്ടുവന്നപ്പോഴാണ് ഈ ഉപ്പ് അവിടെ പോയത് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ശിഖ അവിടെ കുഴിക്കുകയാണ്. കുഴിക്കുന്നതല്ല, ഒരു കുഴിക്കത്തോളം മാന്യമായി നോക്കുന്നു. എന്താ ഫ്രണ്ട്സ് താണ്ടി നോക്കൂ ഫ്രണ്ട്സ്, നോക്കൂ ശിഖതാറോ കുഴിച്ചിട്ടെന്ന് പറഞ്ഞപ്പോൾ അവൾ അതിൻ്റെ പപ്പാന്ന് വന്നുകൊണ്ട് നമ്മൾ പോവാൻ തീരുമാനമായി. നോക്കൂ ഫ്രണ്ട്സ്, ആ കുപ്പിക്കകത്താണ് ആ ജീവി കിടക്കുന്നത്. ഞങ്ങൾ തുള്ളിച്ചാടി നടക്കുന്നു. ഞാനാണെങ്കിൽ ആ കടലിൻ്റെ ഇട പോയപ്പോഴുണ്ടല്ല, കാലിട്ട് കുത്തി മരിച്ച് കുഴച്ച് വലിച്ചൊക്കെ ഇട്ടിട്ട് അപ്പോൾ കടൽ വന്ന് മഴ നോക്കി. ആദ്യം മരിച്ചില്ല, പിന്നെയും മരിച്ചില്ല. പിന്നെ അടുത്ത 4-5 വട്ട തിരുമാല വന്നപ്പോൾ മരിച്ചു. പിന്നെ എൻ്റെ പേര് അതിന് ഇഷ്ടമില്ലെന്ന് തോന്നുന്നു. അങ്ങനെ ഫ്രണ്ട്സ് നമ്മൾ അടുത്ത് മറികടക്കാൻ വേണ്ടി പോവുകയാണ്. ഞാനൊരു ചെരുപ്പോടെ മുക്കി
കുഴപ്പമൊന്നുമില്ല എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ചെരുപ്പ് ഇടാൻ നടക്കുന്നവരെ എനിക്ക് ഇഷ്ടമില്ല. ഇന്ന് പോയപ്പോൾ ഞാൻ ചെരുപ്പ് പക്ഷെ ഇട്ടില്ല. അമ്മാമ്മയും ബിസാനാണ് നടക്കുന്നത്. എന്താണ്ട് ഞാൻ ഒറ്റയ്ക്ക് ആര് സഹായമില്ലാതെ ഞാൻ നടക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ വലിയ ഗമയോടെ നടന്നു. ലാലാരിസ പറഞ്ഞു. ഫ്രണ്ട്സ് ഞാൻ നടന്ന് പോവുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ് തോണ്ടേ നമ്മൾ കര കയറാറായി. തോണ്ട് എൻ്റെ അമ്മ പോകുന്നു. തോണ്ട് ഇതാണ് വെള്ളം. കത്തക്കപ്പായലും പൂപ്പലും പച്ചപ്പറ പോലെ എടുത്തു നിന്നൊന്നും കറുത്തു നിന്നില്ല എന്ന് പറയുന്നത് പോലെ. അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഭയങ്കര കോമഡിയാണെന്ന് എനിക്ക് തോന്നിയൊന്ന് ലൈക്ക് അടിക്കണം. പക്ഷെ ഞാൻ കോമഡി അല്ല എന്ന് എനിക്ക് തോന്നി. ഫ്രണ്ട്സ് നമുക്ക് എന്തായാലും പോകാം. കാല് വച്ച് ചെരുപ്പ് കഴുകി മുക്കിയല്ല നമുക്ക് പോയത്. എൻ്റെ പപ്പയുടെ ചെരുപ്പാണ്, പപ്പ കഴുകുന്നു. അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മൾ പോകുന്നു. നോക്കൂ ഫ്രണ്ട്സ് എന്താ ഫ്രണ്ട്സ് നമ്മൾ ഞാൻ പോകുന്നുണ്ട്. ഫ്രണ്ട്സ് അപ്പം തരണമല്ലോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടെ വീഡിയോ കണ്ടിട്ട് പോകാം. അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ശീകളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ് എന്തായാലും നമുക്കെന്തായാലും വീഡിയോ നല്ല സമയമായി. അപ്പോൾ ഫ്രണ്ട്സ് ശിഖ ചലപ്പില്ല എന്തൊക്കെയോ പറയുന്നു. ഒന്നും കൂടെ മനസ്സിലാവുന്നില്ല ഫ്രണ്ട്സ്, ഒന്നും മനസ്സിലാവുന്നില്ല. ഞാനാണെങ്കിൽ ദേഹമൊക്കെ മണ്ണൊക്കെ ഒരുമാതിരി വിരിവിലൊക്കെ ആവില്ല. അതേപോലെ ചേച്ചി ഞാൻ എടുപ്പുണ്ട്. വീഡിയോ സ്റ്റോപ്പ് ചെയ്യേണ്ട സമയമായി. നോക്ക് ഫ്രണ്ട്സ്, ഇവിടെ കുറച്ച് അടമരൊക്കെ വണ്ടി നിർത്തിയിട്ടുണ്ട്. പിന്നെ ശീഘ്രത ഇവിടെ ബ്രൗൺ മുടി ആക്കിയിട്ടുണ്ട്. മുടിയിൽ ഒരു ബലൂൺ എൻ്റെ കയ്യിൽ നിന്നാണ് ഫ്രണ്ട്സ് പോയത്. എനിക്കാണെങ്കിൽ കളി ഉണ്ടായിരുന്നു ആ സമയത്ത്. ഞാൻ വെള്ളത്തിൽ ഇറങ്ങണ്ട എന്ന് ആ സമയത്ത് എനിക്ക് തോന്നി. പക്ഷെ പിന്നെ എനിക്ക് ഇറങ്ങണമെന്ന് തോന്നി ഡ്രസ്സൊക്കെ മാറ്റിയതിന് ശേഷം. ഫ്രണ്ട്സ് നോക്ക് ഫ്രണ്ട്സ്, ഇവിടെ ഒരു പശു കിടപ്പുണ്ട്. അവിടെ മൊത്തം ആൾക്കായിട്ട് കിടപ്പുണ്ട് ഫ്രണ്ട്സ്. ഇതൊക്കെ എന്ത് കോലവാ ഫ്രണ്ട്സ്. ശീഘ തിരിഞ്ഞും മറിഞ്ഞൊക്കെ നടക്കണം. ശീഘത ഉടുപ്പ് എവിടെ ചോദിച്ച് അതാണ്ട് അവിടെ നിൽപ്പുണ്ട്. അങ്ങനെ നോക്ക് ഫ്രണ്ട്സ്, നോക്ക് ശീഘ ഇത് കാണിക്കുന്നതെന്ന് കൂടെ അവൾക്കൊരു ബോധം കൂടിയില്ല. ഇവിടെ വേദന കെട്ടി ഹായ് നമ്മൾ അങ്ങോട്ടാണ് നമ്മുടെ വണ്ടി നിർത്തിയിരിക്കുന്നത്. അവിടെ നമ്മൾ പോകേണ്ടത് സോറി അത് അവിടെ ചുവപ്പ് വണ്ടി വെള്ള വണ്ടി. ഞാൻ വെള്ള വണ്ടി വന്ന് ചുവപ്പ് വണ്ടി പോയി. ഇവരെല്ലാവരും വെള്ള വണ്ടി ചുവപ്പ് വണ്ടിയിലൊക്കെ ആയിട്ട് വരും. ഫ്രണ്ട്സ് നോക്കൂ ഫ്രണ്ട്സ്, കാലിട്ട് തട്ടിയും മുട്ടി എന്നൊക്കെ നടപ്പുണ്ട്. ഇവിടെ ബൈക്ക് കൊണ്ട് നിർത്തിയിട്ടുണ്ട് ചേട്ടന്മാർ. അപ്പോഴത്തേക്ക് ഇന്നാണ്ട് ഇവിടെ ആണെങ്കിൽ നമ്മുടെ വണ്ടി ഇരിക്കുന്ന സ്ഥലം എത്താറായി. നമ്മളിപ്പം വണ്ടി ഇങ്ങനെ മണലൂടെ നടന്നു പോകുന്നു ഫ്രണ്ട്സ്. ഇവിടെ എനിക്ക് വാക്ക് എന്ന് പറഞ്ഞ് ഫ്രണ്ട്സ് നോക്കൂ ഫ്രണ്ട്സ്, അവിടെയോ ഇത് കളിച്ച് നടന്നു പോവുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ് എന്തായാലും നമുക്ക് പിഴിഞ്ഞോട്ടെ. ഫ്രണ്ട്സ് ഇത്രയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഫുൾ വീഡിയോ എല്ലാവരും വാച്ചും കൂടെ ചെയ്യുക. പക്ഷേ എല്ലാവർക്കും ബൈ.
ഫ്രണ്ട്സ്. ശീകത ഇവിടെ എന്തൊരു പറയുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് ഇതുകൊണ്ട് വീഡിയോ എടുത്തില്ല, ഞാനൊന്ന് ചെയ്ത് നോക്കിയതാ എങ്ങനെ ലാസ്റ്റ് പറയണം. ഇതാണ് ഫ്രണ്ട്സ് നമ്മളിവിടെ നിന്ന് ഒരു വ്യൂ എന്ന് പറയുന്നത്. ഫ്രണ്ട്സ് ഇവിടെ ആൾക്കാരപ്പം നിപ്പുണ്ട്. അപ്പത്തേക്കും അവിടെ ഏതാണ്ട് പുല്ല് വേസ്റ്റൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇപ്പം നോക്കൂ ഫ്രണ്ട്സ്, അവിടെ ആകാശം നല്ല നീലയും വെള്ളയായിട്ടൊക്കെ കിടപ്പുണ്ട്. എന്തൊരു ഭംഗിയല്ലേ കാണാനിത്. നോക്കൂ ഫ്രണ്ട്സ്, അപ്പോഴത്തേക്ക് ഇന്നാണ്ട് എവിടെ പോകാൻ സമയം ഞങ്ങൾ വണ്ടിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നോക്കൂ ഫ്രണ്ട്സ്, നമ്മൾ വിട പറയുകയാണ്. വിട പറയുന്നു ലാ 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 എന്ന് പറഞ്ഞ് ഞാൻ പാടിക്കൊണ്ട്